നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്ക് കടാതിയിലെ ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു ഗാർഡനിലാണ്. ഇവിടെ ഒരു ബൊഗൈൻവില്ല വസന്തവും അതുപോലെ തന്നെ വിവിധ തരം ചെടികളുടെ നല്ല വിവിധ രൂപങ്ങളിൽ വെട്ടി നിർത്തിയിട്ടുള്ള ചെടികളുടെയും അതുപോലെ തന്നെ വേരുകളിൽ തീർത്ത ശില്പങ്ങളുടെയും കല്ലുകൾ കൊത്തിയെടുത്ത മനോഹരമായ ശില്പങ്ങളുടെയും ഒക്കെ ഒരു വിശാലമായൊരു ലോകമാണ് നമ്മുടെ ഈ ഗാർഡൻ എന്ന് പറയുന്നത്. നമുക്ക് ഇതെല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്താണ് ഷിപ്പിലൊക്കെ കൊണ്ടുവന്ന് ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ പുഷ്പങ്ങളാണ്. എന്തുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, ഇവിടെ എല്ലാം ഈ ബൊഗൈൻവില്ലയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ലോകമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൊണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഒരു ബൊഗൈൻവില്ല വസന്തമാണ് ഇവിടെ തീർന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ സമയം എന്ന് പറയുന്നത് ബൊഗൈൻവില്ല ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പോൾ ബൊഗൈൻവില്ലയുടെ ഏറ്റവും നല്ല കളക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് കുറച്ചൊന്നുമല്ല, ഈ ഗാർഡൻ ഒരു 2-3 ഏക്കർ സ്ഥലത്തോളം ഈ ഗാർഡൻ ഉണ്ട്. അത് നിറച്ച് ഇതുകൊണ്ട് ബൊഗൈൻവില്ലയും അതുപോലെ ശില്പങ്ങളും എല്ലാം ആണ്. നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം. ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇതൊരു വലിയ ഗാർഡനാണ്. ഇവിടെ കൂടുതലും പറയാം, ഈ ഗാർഡൻ്റെ സവിശേഷത എന്നാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് കേരളത്തിലല്ല ഇവിടെ നിന്നുള്ള ചെടികൾ കൂടുതൽ പോകുന്നത്. കേരളത്തിന് പുറത്തുള്ള അതിർത്തി ജില്ലകളിലേക്കാണ് പോകുന്നത്. തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക തുടങ്ങിയ സ്റ്റേറ്റുകളിലേക്കാണ് കൂടുതൽ പോകുന്നത്. ആന്ധ്രാപ്രദേശ്. അങ്ങനെ ഈ ഗാർഡനോട് താല്പര്യമുള്ള പല ഏരിയയിലേക്ക് ഇവിടുന്ന് ലോറിയിൽ അവർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. വാക്യം നമുക്ക് ഈ ഗാർഡനെ കുറിച്ച് ഏകദേശം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഗാർഡൻ നമ്മൾ കേരളത്തിൽ തന്നെ അപൂർവമാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഞാനവിടെ തന്നെ ഇത്ര ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെ പ്ലാന്റുകളോ അല്ലെങ്കിൽ ശില്പങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. മരത്തിൻ്റെ വേരുകൾ തീർത്ത ശില്പങ്ങളാണെങ്കിലും അങ്ങനെയുള്ള ഒത്തിരി ഭംഗിയുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ എന്നാണ് ആരംഭിച്ചത്? എത്ര അനന്തു? ഇപ്പോൾ എത്ര ആളായി ഇവിടെ? 5 വർഷമായിട്ട് അനന്തു ഇവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ നമുക്കെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സെറാമിക് അതുപോലെ തന്നെ പ്ലാന്റ് ഇതെല്ലാം നമുക്ക് ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ സാറിന് പറയുന്ന വുഡ് ഐറ്റംസ് ഇന്തോനേഷ്യ വരുന്ന ടൈപ്സ് ഉണ്ട്. ഫ്രൂട്ട്സിൻ്റെ ഒത്തിരി വെറൈറ്റീസ് നമുക്കുണ്ട്. പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് തരാവുന്നതാണ്. ഇൻഡോറിലേക്ക് സാറിന് ഡ്രസ്സിനടയിൽ തന്നെ നമുക്ക് വലുതൊക്കെ പ്യൂർ ഇൻഡോർ പോകുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോറിലേക്ക് ബോൺ സൈസ് ആണെങ്കിലും വേറെ കണ്ടല്ലോ, ചെറുതോട്ട് എത്ര വലുത് വേണമെങ്കിലും നമുക്ക് തരാൻ പറ്റും. ബോൺ സൈസ് മാത്രമല്ല, ബോഗൻവില്ലയുടെ ടൈമാണ്. ബോഗൻവില്ലയുടെ ഒത്തിരി പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
ജസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് കാണുകയാണെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങുന്നു, വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ കുറച്ച് ഇങ്ങോട്ട് പോരെ വെളിച്ചത്തിലേക്ക്. കേരളത്തിൽ കൂടാതെ നമുക്ക് കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമുക്കിപ്പോൾ ഓൾ ഇന്ത്യ സപ്ലൈ ആണ് നമ്മൾ. ഓൾ ഇന്ത്യ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പർച്ചേസിന് വെച്ച് വണ്ടി ഇറക്കി റിട്ടേൺ വണ്ടീസ് കിട്ടും. അപ്പോൾ അങ്ങനെ ക്ലൈൻറ്റിന് അമ്മോടെ റേറ്റിൽ നമ്മൾ വണ്ടി ഇറക്കി കൊടുത്ത് ചിലപ്പോൾ കൂടുതൽ നമുക്കിപ്പോൾ അത്യാവശ്യം കേരളത്തിന് പുറത്ത് സ്റ്റേറ്റുകളിലേക്ക് പോകുന്നത്. അങ്ങനെയല്ല, ഡിപ്പെൻസ് ഓഫ് ക്ലൈൻറ്റ് വരുന്നതനുസരിച്ച് ഇപ്പോൾ ബോംബെ ഒക്കെ ഒത്തിരി നമ്മൾ ഇവിടുന്ന് ബോംബെയിലേക്ക് അരുണാചലിലേക്ക് ഒരു ക്ലൈൻറ്റ്സ് വരുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ നമുക്ക് ഹോൾസെയിൽ സപ്ലൈ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നമ്മൾ ബൈ ട്രക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും ക്ലൈൻറ്റിന്. അപ്പോൾ ക്ലൈൻറ്റിൻ്റെ പുറത്ത് പോയിക്കോട്ടെ നമ്മളങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പോയി ഇറക്കി കൊടുക്കുക? ഇല്ല, അങ്ങനെയല്ല. നമ്മളോട് സെയിൽ മാത്രം കയറ്റി കൊടുക്കും. നമ്മളിവിടുന്ന് എല്ലാം സേഫ് ചെയ്ത് പാക്ക് ചെയ്ത് ലോഡ് ചെയ്ത് കൊടുക്കും. അവിടെ അവരെല്ലാവരും അറേഞ്ച് ചെയ്യും ലോഡിങ്ങുള്ള സ്റ്റാഫ്. അപ്പോൾ ഇവിടുന്ന് പ്ലാന്റുകളോ അതുപോലെ തന്നെ ശില്പങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് അത് അവരിവിടുന്ന് കയറ്റി കൊടുക്കും. നമുക്ക് അതിൻ്റെ കോസ്റ്റ് വഹിച്ചിട്ട് നമ്മളവിടെ കൊണ്ടുപോയി ഇറക്കുക, സേഫായിട്ട് ഇറക്കുക. അതിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും ഇവരിവിടുന്ന് തരും. കോർഡിനേഷൻ എല്ലാം തരും. ഇപ്പോൾ ബോൺസായി ആണെങ്കിൽ എത്ര വലിയ ബോൺസായി ആണെങ്കിലും നമ്മളിവിടുന്ന് ക്രെയിനിൽ കയറ്റി അത് എങ്ങനെ കയറ്റി അത് എങ്ങനെ വെക്കണം ഇറക്കണം എന്നുള്ള കോർഡിനേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ തരും. അപ്പോൾ അവിടെയും ഒരു ക്രെയിൻ ഇപ്പോൾ വലിയ ബോൺസായി ആകുമ്പോൾ ക്രെയിൻ അറേഞ്ച് ചെയ്ത് അവിടെ എങ്ങനെ ഇറക്കണം അതെല്ലാം നമ്മൾ വീഡിയോ കൊടുക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കേടിങ്ങെല്ലാം നമ്മൾ പോയി ചെയ്യില്ല. ബൊഗൻവില്ലയൊക്കെ കൂടുതൽ എവിടെ ബോഗൻവില്ല നമുക്ക് തായ്ലാൻഡാണ് സാർ. തായ്ലാൻഡ് മൾട്ടിഗ്രാഫ്റ്റഡ് ആണ് തായ്ലൻഡ്. അപ്പോൾ ഈ ബൊഗൻവില്ലയുടെ ഐറ്റങ്ങളൊക്കെ കൂടുതൽ എവിടെ നിന്നായിരുന്നു? തായ്ലൻഡാണ് മൾട്ടിഗ്രാഫ്റ്റഡ്. ഇതെല്ലാം തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ബോഗൻവില്ല എല്ലാം തായ്ലൻഡാണ്. നമുക്ക് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. അവിടെ എല്ലാം ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ പരിപാലനം മാത്രമേ അല്ലേ? നമ്മളോട് ജസ്റ്റ് അതൊന്നും പരിപാലിച്ച് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതാണ്. അത് നമുക്ക് ബോൾസ് ആണെങ്കിൽ ഔട്ട്ഡോറിലേക്ക് പോളിമറാണ് ബ്രാൻഡ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഓതറൈസ്ഡ് സ്റ്റോർ നമ്മളാണ്. അപ്പോൾ ഇതിൽ പോളിമറിൽ നമുക്ക് എത്ര വലിയ സൈസ് വരെ നിങ്ങൾക്ക് തരാം. ഒരു വലിയ മരം വയ്ക്കാനുള്ള ഒരു കൺസെപ്റ്റ് വരെ നമ്മുടെ കയ്യിലുള്ള വലിയ ബിഗ് സൈസ് വരെ പോട്ടുകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വുഡ് ഐറ്റംസും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നമ്മൾ ആർട്ടിഫിഷ്യൽ വാൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഔട്ട്ഡോർ ക്വാളിറ്റിയിലേക്ക് വരുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ ഐറ്റംസിൽ ഇപ്പോൾ ബുദ്ധ അങ്ങനെ സ്ട്രക്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് സ്റ്റോണിലാണ് ഉണ്ട്. വുഡിലാണെങ്കിലും നമുക്ക് ടേബിൾ സെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം ടീക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോർ ക്വാളിറ്റി ഇൻഡോർ ക്വാളിറ്റി എവിടെയാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ കൺസെപ്റ്റ് വരുന്നത്. നിങ്ങൾ ഗാർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? സെറ്റിംഗ്സ് ഇല്ല. അപ്പോൾ ഇവിടെ സെയിലാണ്. ഗാർഡ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഗാർഡിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവരിവിടുന്ന് വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് നന്നായിട്ട് തന്നു വിടുന്നതായിരിക്കും അല്ലേ? അതുപോലെ ഇപ്പോൾ ഐഡിയ കാര്യങ്ങളൊക്കെ ഇവർ ക്ലയൻറ്റോട് ഡയറക്റ്റ് വരുവാണെങ്കിൽ നമുക്ക് ഐഡിയ കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. അതെ അല്ലേ? ശരിയാണ്. താങ്ക് യു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബൊഗൻവില്ലയുടെ വസന്ത സാഗരം എന്ന് വേണമെങ്കിൽ പറയാം. അതിലാണ് ഞാൻ നിൽക്കുന്നത്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ കടാതിയിലാണ് ഈ ബൊഗൻവില്ല ഒരു വിസ്മയമായി മാറിയിരിക്കുന്നത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേർത്ത് വെച്ച് ഇതിന് വില കേട്ടൊന്നും ആരും നേട്ടണ്ട. 3000 മുകളിലേക്കാണ് വിലയുള്ളത്. അത് 1 lakhന് മുകളിൽ വരെ വലിയതൊക്കെ 1 lakh 2 lakh ഒക്കെ ആയിട്ടുള്ള ചെടികളുണ്ട്. ബൊഗൻവില്ലയും മറ്റു ചെടികളൊക്കെ വളരെ ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള പ്രൈസ് അവരിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു വിസ്മയ ലോകം എന്ന് വേണമെങ്കിൽ പറയാം ഈ കടാതിയിൽ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഷിപ്പിൽ ഇറക്കുമതി ചെയ്യുന്നതാണ് ഈ ഇതെല്ലാം. ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് ഗാർഡൻ സെൻറ്റർ കടാതി, എറണാകുളം ജില്ല, മൂവാറ്റുപുഴ. ഇത് കേരളത്തിൽ തന്നെ അപൂർവമായിട്ടാണ് ഇത്രയും വലിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ ഒന്നുകൂടെ നോക്കാം.
ഇമ്പോർട്ട് ചെയ്ത് കമ്പനി ഷിപ്പിലെ കൊണ്ടുവരുന്ന ഈ ചെടികൾ ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് പെട്രിയ എന്ന് പറയുന്ന ഒരു